സ്കൂളുകളിലെ ലഹരി ഉപയോഗം തടയാൻ കർശന നടപടി സ്വീകരിക്കണമെന്ന എക്സൈസ് സർക്കുലർ മെയ് 30 മുമ്പ് റേഞ്ച് ഇൻസ്പെക്ടർമാർ പരിധികളിലെ സ്കൂളുകൾ സന്ദർശിക്കണമെന്നും ജൂൺ 1 മുതൽ മഫ്തി പെട്രോളിംഗും ബൈക്ക് പെട്രോളിംഗും നടത്തണമെന്നും സർക്കുലറിൽ വിവരങ്ങളുണ്ട്. ഷീജ തുടരുന്നുണ്ട്. ഷീജ, എന്തൊക്കെ കാര്യങ്ങളാണ് സർക്കുലറിൽ നിന്ന് വ്യക്തമാകുന്നത്? ആര്യ, പ്രധാനമായും സംസ്ഥാനത്ത് ജൂണിൽ സ്കൂളുകൾ തുറക്കുകയാണ്. പുതിയ അധ്യയന വർഷം തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ സ്കൂളുകളിലെ ലഹരി ഉപയോഗം തടയുക എന്നുള്ളത് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് എക്സൈസ് പുതിയ സർക്കുലർ ഇറക്കി പുതിയ നടപടികൾക്ക് തുടക്കം കുറിക്കുന്നത്. പ്രത്യേകിച്ചും മെയ് 30 മുൻപായി തന്നെ റേഞ്ച് ഇൻസ്പെക്ടർമാർ അതാത് അവരുടെ പരിധികളിലെ സ്കൂളുകൾ സന്ദർശിക്കണമെന്ന് സർക്കുലറിൽ പറയുന്നു. ജൂൺ 1 മുതൽ മഫ്തി പെട്രോളിംഗും ബൈക്ക് പെട്രോളിംഗും കർശനമാക്കുന്നതായിരിക്കും. ജൂൺ മാസം മുഴുവൻ പെട്രോളിംഗ് എല്ലാ ദിവസവും നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സ്കൂൾ പരിസരവും പൂർണ്ണമായും നിരീക്ഷണത്തിലാക്കുന്നതായിരിക്കും. സ്കൂൾ പരിസരത്തെ ഇടവഴികൾ, അതോടൊപ്പം തന്നെ ഒഴിഞ്ഞ കെട്ടിടങ്ങൾ, കുറ്റിക്കാടുകൾ അടക്കം എക്സൈസിന്റെ നിരീക്ഷണത്തിലാക്കാനുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. സ്കൂൾ കോമ്പൗണ്ടുകളും പരിശോധിക്കുന്നതായിരിക്കും. ശൂന്യമായ ശുചിമുറികളും ഒഴിഞ്ഞ കെട്ടിടങ്ങളും ഇതിന്റെ ഭാഗമായി തന്നെ, ഈ പ്രത്യേക ഡ്രൈവിന്റെ ഭാഗമായി തന്നെ പരിശോധിക്കുന്നതായിരിക്കും. സ്കൂൾ പരിസരത്തെത്തുന്ന യുവാക്കളെ പ്രത്യേകമായി നിരീക്ഷിക്കാനും ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അനാവശ്യമായി എത്തുന്നവരുടെ വിവരങ്ങൾ പ്രത്യേകമായി തന്നെ ശേഖരിക്കുന്നതായിരിക്കും. ഏതായാലും സ്കൂൾ പരിസരത്ത് വാഹന പരിശോധന നടത്തണമെന്നും എക്സൈസ് കമ്മീഷണറുടെ ഈ സർക്കുലറിൽ വ്യക്തമാക്കുന്നു. ശരി, ഷീജയാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.